ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും നോയ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ FIs അതുപോലെ DIs ഒന്നിച്ച് അവരുടെ പൊസിഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്താൽ അത് പ്രൈസ് ആക്ഷനിൽ മാത്രമല്ല റിഫ്ലക്ട് ചെയ്യുന്നത്, പക്ഷേ സെന്റിമെന്റ്സും കൂടി മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലുള്ള രണ്ട് സ്റ്റോക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്സിന് കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റിയിൽ വലിയൊരു മാറ്റമുണ്ട്. അതുപോലെ ഫണ്ടമെന്റൽസിന് എന്താണ് പറയാനുള്ളതെന്നും കൂടി നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് സിംഗ ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ട്രക്ക് ഓപ്പറേറ്റേഴ്സിനായിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സിംഗ ലോജിസ്റ്റിക്സ്. ഇപ്പോൾ കമ്പനി എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഡിജിറ്റൽ ടോളിംഗ് ആൻഡ് ഫ്യൂലിംഗ് പേയ്മെന്റ് സൊല്യൂഷൻസ്, ടെലിമാറ്റിക് ബേസ്ഡ് ഫ്ലീറ്റ് മോണിറ്ററിംഗ് ഒക്കെ. അപ്പോൾ നമുക്ക് കമ്പനിയുടെ വെർട്ടിക്കൽസ് നോക്കാം. ഇപ്പോൾ മെയിൻ ബിസിനസ് ലൈക്ക് ഇപ്പോൾ ടോളിംഗ് ആൻഡ് ടെലിമാറ്റിക്സ് കമ്പനിയുടെ റവന്യൂലേക്ക് 85% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഗ്രോത്ത് വെർട്ടിക്കൽസ് ലൈക്ക് ഇപ്പോൾ വെഹിക്കിൾ ഫൈനാൻസിംഗ്, ലോട്ട് മാർക്കറ്റ് പ്ലേസ് അതുപോലെ ഫ്യൂൽ സെൻസർ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ PV ലോൺ വെർട്ടിക്കൽ ബ്ലാക്ക് ബാക്ക് ഫിൻസർവ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിന് NBFC ലൈസൻസ് ഗ്രാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെ കോൺട്രിബ്യൂഷൻ ജസ്റ്റ് 1% മാത്രമാണ്. അപ്പോൾ അവരുടെ ഹബ്ബ് ഒരു വർഷത്തിൽ 50-ൽ നിന്ന് 100 എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോർട്ട്ഫോളിയോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡിസ്പേഴ്സ്മെന്റ് സ്ലോ ആയിട്ട് വെച്ചു. അപ്പോൾ ഇവരുടെ ബിസിനസ് മോഡൽ അസറ്റ് ലൈറ്റ് ആണ്. അപ്പോൾ സ്വയം അവർ മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ ഡിസൈനും BOM മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ ഇന്ത്യയിലും ചൈനയിലുള്ള പാർട്ട്നേഴ്സ് വഴിയാണ് നടത്തുന്നത്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂ മോഡൽ സബ്സ്ക്രിപ്ഷൻ അതുപോലെ കമ്മീഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥിര വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് ലോസ് ഇവർക്ക് കുറവാണ്, അതുപോലെ റീടെൻഷൻ ഇവർക്ക് കൂടുതലാണ്. അപ്പോൾ ഇത് സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നൽകുന്നുണ്ട്. അപ്പോൾ മാർച്ച് അതുപോലെ തന്നെ ജൂലൈ 2025 ഇടയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് നല്ലപോലെ കൂടി. FII ഹോൾഡിംഗ് 11.59% നിന്ന് 20.52% കൂടി. അതുപോലെ തന്നെ DII ഹോൾഡിംഗ് 10.26% നിന്ന് 13.48% കൂടി. ഇനി നമുക്ക് ഇവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. 2025 ഫൈനാൻഷ്യലിൽ സിംഗ ലോജിസ്റ്റിക്സ് 426 കോടി റവന്യൂ ജനറേറ്റ് ചെയ്തു. ഇയർ ഓവർ ഇയർ 43.9% ഗ്രോത്തോടെ. ഇപ്പോൾ മെയിൻ ബിസിനസ് ലൈക്ക് ഇപ്പോൾ ടോളിംഗ് പ്ലസ് ടെലിമാറ്റിക്സ് 39% ഗ്രോത്ത് കാണിച്ചു. അതേസമയത്ത് ഗ്രോത്ത് വെർട്ടിക്കൽസ് ലൈക്ക് ഇപ്പോൾ ഫൈനാൻസിങ്, ഫ്യൂൽ സെൻസർ 90% കൂടി. ഇപ്പോൾ ട്രാൻസാക്ടിങ് കസ്റ്റമേഴ്സ് 21% കൂടിയതും മൾട്ടി സർവീസ് യൂസേഴ്സ് 31.2% കൂടിയതുകൊണ്ട് 7,20,000 ട്രക്ക് ഓപ്പറേറ്റേഴ്സ് ഓൺ ബോർഡാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ട്രാൻസാക്ഷൻ്റെ 20%ആണ്. ഇപ്പോൾ അവരുടെ ടോളിംഗ് ബിസിനസ് മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ 37% നിന്ന് 45.5% കൂടി. എന്നാൽ ഇവിടുത്തെ റിയൽ ഗെയിം ചേഞ്ച് കോസ്റ്റ് റീസ്ട്രക്ചറിംഗ് ആയിരുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 27.2% കുറഞ്ഞ് 331 കോടിയിലേക്ക് എത്തി. പ്രത്യേകിച്ച് ഇപ്പോൾ എംപ്ലോയി കോസ്റ്റ് ഏകദേശം പകുതിയായി 147 കോടിയിലേക്ക്. അപ്പോൾ ഇതിന്റെ പുറകിൽ വലിയൊരു കാരണം കമ്പനി അവരുടെ ടീം ഫ്ലെക്സിബിൾ ആക്കിയതുകൊണ്ടാണ്. അപ്പോൾ കൂടുതലും കോൺട്രാക്ട് ബേസ്ഡും അതുപോലെ തന്നെ ചെറിയ ടീമൊക്കെ ആക്കി എക്സിക്യൂഷനിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം ഈ ഒരു ഡിസിപ്ലിൻ എക്സിക്യൂഷൻ കാരണം കമ്പനി കഴിഞ്ഞ വർഷത്ത് 159 കോടിയുടെ ഓപ്പറേറ്റിംഗ് ലോസ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 95 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ -53.7% നിന്ന് 22.3% എത്തി. എന്നാൽ പ്രോഫിറ്റ് ലൈനിൽ 309 കോടിയുടെ എക്സെപ്ഷണൽ വൺ ടൈം IPO റിലേറ്റഡ് ലോസ് ഉണ്ടായിരുന്നു. സ്റ്റിൽ 244 കോടിയുടെ ടാക്സ് ക്രെഡിറ്റ് കാരണവും അതുപോലെ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്നുള്ള 29 കോടിയുടെ പ്രോഫിറ്റ് കാരണവും നെറ്റ് ലോസ് ജസ്റ്റ് 9 കോടിയിലേക്ക് ലിമിറ്റ് ചെയ്തു. ഇയർ ഓവർ ഇയർ 95% ഇംപ്രൂവ്മെന്റ്. പക്ഷേ നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ആക്ച്വൽ ഓപ്പറേഷണൽ പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റബിലിറ്റി മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന നോൺ ഓപ്പറേഷണൽ ഫാക്ടേഴ്സിനെയാണ്, ലൈക്ക് ഇപ്പോൾ ടാക്സ് ക്രെഡിറ്റ് ഒക്കെ. അപ്പോൾ ലോങ് ടേമിൽ ഇത് സസ്റ്റൈനബിൾ ആയിട്ട് കണക്കാക്കുന്നില്ല. ഇനി നമുക്ക് ഇവരുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്കും കോമ്പറ്റേറ്റീവ് അനാലിസിസും നോക്കാം. അപ്പോൾ 15 ലക്ഷം കോടി വിലയുള്ള ട്രക്കിംഗ് ഫ്രൈറ്റ് മാർക്കറ്റ് 8 മുതൽ 9% CAGR വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 75% ട്രക്കുകളും 5 അല്ലെങ്കിൽ അതിൽ കുറവ് ട്രക്സ് ഉള്ളവരുടെ കൈവശമാണ്. അപ്പോൾ ബ്ലാക്ക് ബക്ക് ഈ ഒരു ഫ്രാഗ്മെന്റഡ് എക്കോസിസ്റ്റത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 3,39,000 ഓപ്പറേറ്റേഴ്സ് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട്. ടോളിംഗ്, ഫ്യൂൽ, ടെലിമാറ്റിക്സ്, ഫൈനാൻസിലൊക്കെ ക്രോസ് സെല്ലിങ്ങിന് ഒരു സ്ട്രോങ് ബേസ് ആണിത്. ഇനി നമുക്ക് ഗ്രോത്ത് ഡ്രൈവേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, പുതിയ IC80 സർട്ടിഫൈഡ് ടെലിമാറ്റിക്സ് ഹാർഡ്വെയർ കമ്പനിക്ക് ഒരു ഹാർഡ്വെയർ എഡ്ജ് നൽകുന്നുണ്ട്. കൂടാതെ ഗ്രോത്ത് ബിസിനസ് വെർട്ടിക്കൽസിലേക്ക് ശ്രദ്ധ കൂടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലോട്ട് മാർക്കറ്റ് പ്ലേസ് ക്ലാസിഫൈഡ് മോഡലിൽ നിന്ന് ക്ലോസ് ലൂപ്പ് ബ്രോക്കറേജ് മോഡലിലേക്ക് മാറുന്നുണ്ട്. കൂടാതെ കമ്പനി റെഗുലാരിറ്റി എഡ്ജ് നേടിയിട്ടുണ്ട്. അതായത് PPI ലൈസൻസ് നേടിയതിനു ശേഷം ഇപ്പോൾ നേരിട്ട് ഫാസ്റ്റാഗ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇത് ടോളിംഗ് മാർജിനെ ഇംപ്രൂവ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ ട്രക്കേഴ്സ് ആപ്പിൽ ഒരു ദിവസം ആവറേജ് 43 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇയർ ഓവർ ഇയർ 8.5% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന യൂസർ എൻഗേജ്മെന്റും അതുപോലെ എത്രത്തോളം അവർ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അതേസമയത്ത് പേയ്മെന്റ് GTV 23,493 കോടി എത്തി. ഇയർ ഓവർ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 35% ഗ്രോത്ത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന കാരണം ടോളിംഗ് ട്രാൻസാക്ഷൻ കൂടിയതാണ്.
അപ്പോൾ കമ്പനിക്ക് ഒരു സെയിം ബിസിനസ് സ്പേസിൽ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കമ്പനി ഇപ്പോൾ എന്താണ് അസറ്റ് ലൈറ്റ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. കൂടാതെ അവരുടെ ബോറോയിങ്സ് 184 കോടിയിൽ നിന്ന് ജസ്റ്റ് 38 കോടിയായിട്ട് അത് കുറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കമ്പനി ഇയർ ഓവർ ഇയർ 29% ഗ്രോത്തോടെ ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് 4 കോടിയിൽ നിന്ന് 97 കോടിയായിട്ട് കൂടി, അതായത് 24 ഇരട്ടി കൂടിയത് വഴിയാണ് ഇങ്ങനെ സംഭവിച്ചത്. കൂടാതെ 2025 ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് തുടർച്ചയായിട്ട് ഇംപ്രൂവ് ആയി. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ഹെൽത്തി ക്യാഷ് ഫ്ലോ സപ്പോർട്ടാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ട്, അതൊക്കെ ഇവിടെ ക്ലിയർലി വിസിബിൾ ആണ്. അപ്പോൾ ഇത് ടോളിംഗ് ആൻഡ് ടെലിമാറ്റിക് ബിസിനസ് ആണ്. അപ്പോൾ ഇത് നല്ല ലാഭം തരുന്നുണ്ട്, പക്ഷെ എന്താണ് വളർച്ച കുറവ് തരുന്ന ഈ ഒരു സെഗ്മെന്റ് സ്ലോ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതൊന്നും ലോഡ് മാർക്കറ്റ് പ്ലേസ് പോലത്തെ പുതിയ സെഗ്മെന്റ് സ്കെയിൽ ചെയ്യുന്നത് എളുപ്പമായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ ബ്രോക്കറേജ് മോഡൽ പാൻ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എളുപ്പമല്ല, എക്സിക്യൂഷനിൽ പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ട്രക്ക് OEMs അവരുടെ തന്നെ ടെലിമാറ്റിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റിന്റെ വലിയൊരു ഷെയർ അവരുടെ എക്കോ സിസ്റ്റത്തിൽ തന്നെ പെട്ടുപോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗ് പോലത്തെ ഇൻഡിപെൻഡന്റ് പ്ലേയേഴ്സിന് കോമ്പറ്റീഷൻ ഇവിടെ ടഫ് ആവും. ഇനി നമ്മുടെ രണ്ടാമത്തെ കമ്പനി മാരത്തോൺ നെക്സ്റ്റ് ജെൻ റിയാലിറ്റി ലിമിറ്റഡ് ആണ്. 1978 ലിസ്റ്റ് ചെയ്യപ്പെട്ട മുംബൈ ബേസ്ഡ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആണ്. അപ്പൊ ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ അതുപോലെ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്, കൺസ്ട്രക്ഷൻ അതുപോലെ സെയിൽ ആണ്. അപ്പൊ ഇവരുടെ പോർട്ട്ഫോളിയോ അത്യാവശ്യം ഡൈവേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ വരുന്നതാണ് ലക്ഷറി ഹൗസിംഗ്, അഫോർഡബിൾ ഹോംസ്, ടൗൺഷിപ്സ്, റീറ്റെയിൽ അതുപോലെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ്. ഇവരുടെ പ്രൈമറി റവന്യൂ വരുന്നത് പ്രോപ്പർട്ടി സെയിൽ നിന്നാണ്. ഇപ്പോൾ റെന്റൽ ഇൻകത്തിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ എക്സ് പ്രൊജക്റ്റിൽ നിന്നുള്ള വരുമാനമൊക്കെ. ഇപ്പോൾ ജൂൺ അതുപോലെ ജൂലൈ 2025 ഇടയ്ക്ക് കമ്പനിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് നല്ലപോലെ കൂടി. ഇപ്പോൾ FI ഹോൾഡിംഗ് 0.94% നിന്ന് 9.9% കൂടി. അതുപോലെ DI ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ 2.31% കൂടി ഇപ്പോൾ 16.66% എത്തി. ഇനി ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ സെയിൽസ് 17.7% കുറഞ്ഞ് 580 കോടിയിലേക്ക് എത്തി. പക്ഷെ എങ്ങനെയാണ് ഏരിയ സോൾഡ് 24% കുറഞ്ഞു. 3,50,000 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 2,65,000 സ്ക്വയർ ഫീറ്റ് ആയി. ബുക്കിംഗ് വാല്യൂ 817 കോടിയിൽ നിന്ന് 605 കോടിയായിട്ട് കുറഞ്ഞു. അപ്പോൾ എക്സ്പെൻസ് 13.8% കുറഞ്ഞു. എന്നാൽ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് കോസ്റ്റ് 2.9% കൂടി. അപ്പോൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആക്റ്റീവായിട്ട് നിലനിന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 26% കുറഞ്ഞ് 173 കോടിയിലേക്ക് എത്തി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 322 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 29.8% എത്തി. പക്ഷേ നമ്മളിപ്പോൾ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അതർ ഇൻകം 134% കൂടി 96 കോടിയിലേക്കായി. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ കാരണം 103 കോടിയുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി സെയിലാണ്. അപ്പോൾ 48 കോടിയുടെ ക്യാപിറ്റൽ ഗെയിൻ ആണ് റെക്കഗ്നൈസ് ചെയ്ത്. അപ്പോൾ ഇൻട്രസ്റ്റ് കോസ്റ്റും 35% കുറഞ്ഞ് 191 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഇതിന്റെ കാരണം ഡെറ്റ് 200 കോടി കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് 13% കൂടി 191 കോടിയിലേക്ക് എത്തി. ഈവൻ ലോവർ സെയിൽസോടെ. അപ്പോൾ അതുപോലെ തന്നെ ലോവർ റവന്യൂ ബേസ് കാരണം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 896 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ആയി. ഇനി നമുക്ക് മേജർ ഗ്രൂപ്പ് റീസ്ട്രക്ചർ നോക്കാം. 31 മാർച്ച് 2025 ബോർഡ് ഒരു കോമ്പോസിറ്റ് സ്കീം ഓഫ് അമാൽഗമേഷൻ അപ്രൂവ് ചെയ്തു. ഇതിൽ പ്രൊമോട്ടർ എൻറ്റിറ്റിയുടെ പല അസറ്റ്സും പ്രോജക്ട്സും ലിസ്റ്റഡ് കമ്പനിയിലേക്ക് മേർജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് കമ്പനിയുടെ നിലവിലെ ലാൻഡ് ബാങ്ക്. അപ്പോൾ ഈ ഒരു നീക്കത്തിന്റെ മെയിൻ ലക്ഷ്യം ഗ്രൂപ്പ് സ്ട്രക്ചർ സിംപ്ലിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ലീഗൽ എൻറ്റിറ്റീസിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് വഴി 900 കോടി റേസ് ചെയ്തു. അപ്പോൾ ഇത് ഫ്യൂച്ചർ ഗ്രോത്തിനും അതുപോലെ എക്സ്പാൻഷൻ പ്ലാനിനൊക്കെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഫ്യൂച്ചർ ഔട്ട്ലുക്കും അനാലിസിസും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നിയർ ടേം ഔട്ട്ലുക്ക് നമുക്ക് പറയാം. അപ്പോൾ മോണ്ടി സൗത്ത് പോലത്തെ വലിയ പ്രോജക്ട്സ് ഒക്കെ കംപ്ലീഷൻ ഫേസിലേക്ക് കയറുവാണ്. അതുപോലെ നെക്സോൺ ഫേസ് 1 ഡെലിവറിക്കിലേക്ക് അടുത്തു. 2500 കോടിയിലധികം സെയിൽസ് വാല്യൂടെ. അപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ 1,60,000 സ്ക്വയർ ഫീറ്റിന്റെ അൺസോൾഡ് ഇൻവെന്ററി ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻ ഫോക്കസ് അഫോർഡബിൾ ഹൗസിംഗ് അതുപോലെ മിഡ് ഇൻകം സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് അവർ വരാനിരിക്കുന്ന പ്രോജക്ട്സിന്റെ 3-1. കൂടാതെ മാക്രോ ലെവൽ ചലഞ്ചസും ഉണ്ട്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അർബനൈസേഷനും മുംബൈയിലേക്കുള്ള മൈഗ്രേഷനും ഡിമാൻഡ് സ്റ്റഡി ആയിട്ട് നിർത്തുമെന്നാണ് മാനേജ്മെന്റ് ഇവിടെ വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ്. കമ്പനിയുടെ നെറ്റ് ഡെറ്റ് 2024 ഫൈനാൻഷ്യറിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 200 കോടിയിലധികം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ നെറ്റ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.46 ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹെൽത്തി ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കമ്പനി മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുന്നതിന് 2.16 ഇരട്ടിയിൽ കൂടുതൽ എമൗണ്ട് അവർ ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ലോണും 100% അൺസെക്യൂർഡ് ആണ്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടിക്കാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനി ഗ്രൂപ്പിലേക്ക് കടം കൊടുക്കുന്നത് അവർ തന്നെ കടം വാങ്ങിക്കൊണ്ടാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് 22 കോടിയിൽ നിന്ന് നെഗറ്റീവ് 25 കോടിയായി. അതായത് 213.64% ഇടിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മോശമായതുകൊണ്ടാണ്. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 13% കൂടി 191 കോടിയിലേക്ക് എത്തി.
അപ്പോൾ CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 0.13x ഇടിഞ്ഞു. അപ്പോൾ ഇതിന്റെ അർത്ഥം കമ്പനി അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ ആക്ച്വൽ ക്യാഷ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. മാരത്തോൺ, നെക്സ്റ്റ് ജെൻ, റിയാലിറ്റി നമുക്ക് അവരുടെ ഇൻഡസ്ട്രി മീഡിയനായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു മിക്സഡ് പിക്ചറാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ROCയും ROയും ഇൻഡസ്ട്രി മീഡിയനേക്കാളും കൂടുതലാണ്. എന്നാൽ പ്രോഫിറ്റ് ഗ്രോത്ത് 12.1% മാത്രമാണ്. അതുപോലെ സെയിൽസ് ഗ്രോത്ത് -17.16%. അപ്പോൾ ഇത് ഇൻഡസ്ട്രീനേക്കാളും ഒരുപാട് പുറകെ തന്നെയാണ് ഉള്ളത്. അപ്പം ഇവിടെ നമുക്ക് കമ്പനിയുടെ കുറച്ച് റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കൺസേൺ വരുന്നത് ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ കമ്പനിയുടെ പഴയതും അതുപോലെ തന്നെ മുന്നോട്ടേക്കുള്ള പ്രൊജക്ട്സ് എല്ലാം മുംബൈ അതുപോലെ മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും റീജിയണൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിനെ ഡയറക്റ്റ്ലി ബാധിക്കുമെന്നാണ്. ഇനിയിപ്പം രണ്ടാമത്തെ കൺസേൺ വരുന്നത് ലെൻഡിങ് റിസ്ക് ആണ്. അപ്പോൾ കമ്പനി കൊടുക്കുന്ന കടം അവർ തന്നെ വാങ്ങിയ കടത്തിനേക്കാളും ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് കൊടുക്കുന്നത് അവർ കൂടുതലും പ്രൊമോട്ടേഴ്സിനും റിലേറ്റഡ് പാർട്ടീസിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡീഫാൾട്ട് റിസ്ക് കൂട്ടും, പ്രത്യേകിച്ച് അൺസെക്യൂർഡ് ആയതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ മൂന്നാമത്തെ റെഡ് ഫ്ലാഗ് ക്യാഷ് ഫ്ലോ എഫിഷ്യൻസി ആണ്. അപ്പോൾ കമ്പനിയുടെ CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ തുടർച്ചയായിട്ട് ഇടിയുവാണ്. അതായത് അവരുടെ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് കാണിക്കുമ്പോൾ അവർ ആക്ച്വലി ക്യാഷ് ഒന്നും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക് വലിയൊരു കൺസേൺ ആണ്. സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച രണ്ട് കമ്പനികൾ. അതായത് ഹെവി FIs അതുപോലെ DIS ആക്ടിവിറ്റി കാരണം എല്ലാവരുടെയും ശ്രദ്ധ ആഗ്രഹിച്ച രണ്ട് കമ്പനികളായിരുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കമ്പനികളെ പറ്റി തോന്നുന്നത്? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളോട് എടുത്തു പറയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.